ഹലോ, ദ സ്പൈസി ടേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു നോൺ വെജ് ഐറ്റമാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ചിക്കൻ നൂഡിൽസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചൈനീസ് ഐറ്റമാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. 400 ഗ്രാം ചിക്കനാണ് ഇതുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കനാണ്. ഇതിലേക്ക് മാരിനേഷന് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മാജിക് ക്യൂബാണ് അടുത്തത് ആഡ് ചെയ്യുന്നത്. ഒരു മാജിക് ക്യൂബ് നന്നായി പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിൽ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ. ആവശ്യത്തിനുള്ള ഉപ്പ്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നത് ചതച്ച വെളുത്തുള്ളിയാണ് ഇതിലേക്ക്. അപ്പോൾ 1/2 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്കറിലേക്ക് മാറ്റാം. വേവിച്ചെടുക്കാനായിട്ടാണ്. 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷമാണ് ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഒരു 5-6 വിസിലാവുന്നത് വരെ നമുക്ക് നോക്കാം. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാനിൽ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളുടെ നൂഡിൽസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നൂഡിൽസ് വേവിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോ നൂഡിൽസിനും വ്യത്യസ്തമായിരിക്കും. ഇത് കവറിലൊക്കെ ഉള്ള പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. ഈ നൂഡിൽസിന് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിക്കണം എന്നാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നല്ല ഐസ് കോൾഡ് വാട്ടറിലൊന്ന് കഴുകിയെടുത്തിട്ടൂടെ ഉണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്യുകയാണ്. ഒന്ന് സോർട്ട് ചെയ്യാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വെജിറ്റബിളും നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഗാർലിക് ചതച്ചതാണിത്. 1 ടീസ്പൂൺ ഗാർലിക് ചതച്ചതാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത്. അതും ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇത് ഗാർലിക് ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അതൊരു ടേബിൾ സ്പൂണോളം ഉണ്ട്. അതുകൂടെ ആഡ് ചെയ്തിട്ടൊന്ന് സോർട്ട് ചെയ്യാം. അടുത്തായിട്ട് ക്യാരറ്റാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണിത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. വല്ലാതെ വേവിച്ചാൽ ഇത് കുഴഞ്ഞു പോവും. ക്യാപ്സിക്കമാണ്. ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതാണിത്. ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ അധികം മസാലപ്പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇനി ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. ഉപ്പ് ഇപ്പം നമ്മൾ ഇതിലേക്ക് എഗ്ഗ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ അതിനും കൂടെ അനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നേരിട്ട് ഇതിലേക്ക് തന്നെ ഈ കൂട്ടിലേക്ക് തന്നെ നമുക്കിത് ഒഴിക്കാം. ഒരു സൈഡിലേക്ക് പച്ചക്കറികളൊക്കെ മാറ്റിയിട്ട് നമ്മളതൊന്ന് ആഡ് ചെയ്യാണ്. ഇനി ചെറുതായിട്ട് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. മുട്ടയൊന്ന് വേവാനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ഈ മുട്ടയും കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
നമ്മളുടെ ചിക്കനാണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. അതൊന്ന് ഞാൻ ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചി ഇട്ടതാണ്. അതൊന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ സോസസ് ആണ് ഒഴിക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ സോയാ സോസാണ്, ഡാർക്ക് അല്ല. അതിനുശേഷം ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്തു. ഈ സോസസിലൊക്കെ ഉപ്പുണ്ടാവും കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഉപ്പിൻ്റെ കാര്യം. ഞാൻ 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സെലറി. സെലറിയിലേക്കൊരു വളരെ പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ചൈനീസ് ഫ്ലേവർ ശരിക്കും ഈ ഡിഷസിനൊക്കെ കൊടുക്കുന്നത് സെലറിയാണ്. അപ്പോൾ ഇത് 1 പിടി സെലറി ഉണ്ട്. അത് അത്ര തന്നെ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്താലേ നമുക്ക് വേണ്ട പോലത്തെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ച നമ്മളുടെ നൂഡിൽസാണ്, വേവിച്ച് വെച്ച നൂഡിൽസാണ്. അതുകൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിൽ ഇത് കൊള്ളില്ലായിരുന്നു. നമ്മളതിനൊരു ബേൺഡ് ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ചാർക്കോളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നല്ലൊരു ബേൺഡ് ഫ്ലേവറും കൂടി ആയിട്ടുള്ള നമ്മൾ നൂഡിൽസ് റെഡിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനത് അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറുള്ള നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ നൂഡിൽസ് നമ്മളിത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമായിട്ട് ഈ ഡിഷ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.